ചോക്ലേറ്റ്. മമ്മിയും പപ്പായും വിമാനത്തിലാ വന്നത്. ഹിമാലയത്തിന്റെ മുകളിലൂടെയാ വിമാനം പറക്കുക? പിന്നെ ദുബായിലെ വിമാനം ഇല്ലയോ, ഒത്തിരി വലുതാവും കേട്ടോ. ഈ സ്കൂളിനേക്കാൾ വലുതാവോ? അതിനേക്കാളും വലുതാവും. മമ്മി പോകുമ്പോ നീയും കൂടെ പോവോ? ചിലപ്പോ പോവും. ഞാൻ പോവണം കേട്ടോ. അവളുടെ ഒരു ഭാഗ്യം. അവളുടെ അമ്മയെ കാണാൻ എന്തൊരു ചന്താണെന്നോ. ഇന്ദുവിന്റെ അമ്മ നല്ല ചന്തമല്ലേ. എന്റെ അമ്മയും വരുമ്പോ ഒരുപാട് മിഠായും ചോക്ലേറ്റും കൊണ്ടുവരുമല്ലേ. അമ്മമ്മേ, നമുക്ക് അമ്മേന്റെ അരിയത്തേക്ക് പോവാം. അമ്മ അച്ഛൻ്റെ അരിയത്തല്ലേ. എന്നാ നമുക്ക് അച്ഛൻ്റെ അരിയത്തേക്ക് പോവാം. എനിക്ക് അമ്മയെ കാണണം. അച്ഛൻ്റെ അടുത്തേക്ക് പോവാൻ പറ്റുമോ? എന്താ പോയാ? അച്ഛൻ പട്ടാളത്തിലല്ലേ, അവിടേക്ക് എങ്ങനെ കുട്ടികളെ കൊണ്ടുപോവാ? എന്താ അമ്മേ, പട്ടാളത്തിൽ യുദ്ധവും വെടിവെപ്പൊക്കെ അല്ലേ. യുദ്ധം വെടിവെപ്പ് എന്തിനാ? അത് എന്തിനാ വെടിവെക്കുന്നത്? എന്താ ഈ യുദ്ധം? അത് എന്തിനാന്ന് ചോദിച്ചപ്പോ. എന്തിനാണ് യുദ്ധം എന്ന് ചോദിച്ചാൽ അത് പിന്നെ മനുഷ്യരങ്ങനെയാ, എന്ത് കിട്ടിയാലും മതിയാവില്ല. മറ്റുള്ളവരെ ദ്രോഹിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുമ്പോഴാ അവർക്ക് തൃപ്തി ഉണ്ടാവുക. അതുകൊണ്ടാ തമ്മിൽ തമ്മിൽ യുദ്ധം വെട്ടി ചാവണത്. മറ്റുള്ളവരുടെ മുതലിനെ ആശിക്കാതിരിക്കുക. തമ്മിൽ തല്ലാനും വഴക്കടിക്കാനും ഒന്നും പോകാതെ നല്ല കുട്ടികളായി വളർന്നാൽ നിങ്ങളൊക്കെ വലുതാവുമ്പോൾ യുദ്ധവും വെടിവെപ്പും ഒന്നുമില്ലാത്ത ഒരു നല്ല ലോകമുണ്ടാവും. വഴക്കും മക്കാണൊന്നും ഉണ്ടാക്കാതെ നിങ്ങൾ നല്ല കുട്ടികളായിട്ട് നടക്കില്ലേ? എന്താ ഉണ്ണി മിണ്ടാതിരിക്കുന്നേ? ഉണ്ണിക്കൊന്നും പറയാനില്ലേ? എന്റെ അച്ഛൻ നല്ല കുട്ടിയാണല്ലോ. ആനകളിക്ക് നമ്മുടെ കൂടെ കള്ളനും പോലീസും കളിക്കാനും ഒക്കെ കൂടുമല്ലോ. എന്നാ പട്ടാളക്കാരനാണെങ്കിൽ യുദ്ധം ചെയ്തേ അല്ലെങ്കിൽ ശത്രുക്കൾ വെടി വെക്കൂലേ? ഈ യുദ്ധം എന്ന് വെച്ചാൽ എങ്ങനെയാ? യുദ്ധം എന്ന് വെച്ചാ പഴയ എന്താണ് സിനിമ ഉണ്ടോ നീ? ഇല്ലയോ? സാറില്ല ഞാൻ കാണിച്ചു. അതായത് 10 ആൾക്കാര് കത്തിയും തോക്കുമായിട്ട് എംജിആറിനെ തോൽപ്പിക്കാൻ വരെ. അപ്പൊ എംജിആർ അതായത് ഞാൻ എന്താ ഈ കാട്ടിക്കൂട്ടിയിരിക്കണേ? എന്തോ ഉണ്ണി, ഈ കുണ്ടാവേണ്ടിയൊക്കെ ചെയ്തു വെച്ചിട്ട് എവിടെ പോയിരിക്കല്ലാറ്റി? എന്റെ തകൂതി എണ്ണ മുഴുവനും കളഞ്ഞൂല്ലോ. ആ കുരുത്തം കേട്ട ഉണ്ണിയുടെ പണിയായിരിക്കും ഇതൊക്കെ. ആശം പിടിച്ചവൻ പറഞ്ഞാലും അനുസരിക്കില്ല.
എന്താ അമ്മമ്മയും മോളും കൂടെ തർക്കിക്കുന്നത്? ആവോ, സുരേന്ദ്രനെ വിളിച്ചോണ്ട് വരാൻ നാണി അയക്കണമെന്ന് കരുതിയിരിക്കുക. ഞാൻ ഗ്രാമത്തെ സേവിക്കാൻ നടക്കല്ലേ. പക്ഷെ എന്റെ സേവനം ആർക്കും വേണ്ടാന്ന് മാത്രം. അതെന്തേ? ഈ പേർഷ്യം പണം വന്ന് കുമിഞ്ഞു കൂടിയപ്പോ നാട്ടുകാർക്ക് ആവശ്യം കെട്ടിടം പണിക്കാരെയും മരയാശാരിയൊക്കെയാണ്. പിന്നെ കുറെ സിമെന്റും. ഇതിനൊന്നും ഗ്രാമസേവകന്റെ ആവശ്യമില്ലല്ലോ. എന്താ മോള് മുഖം ഉറപ്പിച്ചിരിക്കണത്? അത്ര ഗൗരവായാലോ? എന്നോട് ദേഷ്യായിട്ടിരിക്കുക. സ്കൂളിൽ ആനിവേഴ്സറി യാത്ര ഞാൻ കൊണ്ടുപോകണമെന്ന് ഒരേ വാശി. അത്രേ ഉള്ളൂ. അതിനല്ലേ മാമൻ വന്നിരിക്കണത്. കണ്ടോ കണ്ടോ ചിരിച്ചത്? സൂത്രക്കാരി. നമ്മൾ വിചാരിക്കുന്നത് പോലല്ലോ നടക്കുന്നത്. ഒക്കെ ദൈവനിശ്ചയല്ലേ. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ദൈവം എനിക്ക് ഈ വിധി വരുത്തിയത്? നടന്നതിനെ പറ്റി ഓർത്ത് കരഞ്ഞിട്ട് ഒരു പ്രയോജനവും ഇല്ല. കുട്ടി വരണുണ്ട്, അത് ഇതൊന്നും കാണണ്ട കേട്ടോ. അമ്മമ്മേ, മോൾക്ക് അച്ഛൻ എന്താ കൊടുത്തയച്ചിരിക്കണത്? കൊടുത്തയക്കലൊന്നും അല്ല, അച്ഛൻ ഇങ്ങോട്ട് വരികയായി. അതെയോ? അതെയോ? പിന്നെ എന്താ ഇവിടുത്തെ ഒരു കഥ? ഉടുപ്പുകള്, മിഠായികള്, കളിപ്പാട്ടങ്ങള്. മറ്റേ കുട്ടി എനിക്ക് എന്താ തരാൻ പോണത്? എന്ത് വേണമെങ്കിലും തരാം. എപ്പോഴാ അച്ഛൻ വരിക? പുറപ്പെടണമെന്നാ എഴുതിയിരിക്കണതേ. ഉടനെ എത്തും. അപ്പൊ എന്റെ അമ്മയും കൂടെ ഉണ്ടാവല്ലോ. അല്ലേ അമ്മമ്മേ? അല്ലേ? പിന്നെ പിന്നെ കണ്ണൻ കുട്ടിക്ക് രക്ഷുണ്ട്. ചെക്കൻ അബുദാബിന്ന് അയച്ചതാ. ാവും. അവൻ കള്ള് ഷാപ്പിൽ കയറുന്നതിന് മുമ്പ് കൊണ്ടുപോയി കൊടുക്കട്ടെ. മോള് വന്ന് മേ കഴിയും. പാല് കുടിക്കണ്ടേ? എന്റെ കുട്ടിക്ക് അമ്മമ്മ എന്താ ഉണ്ടാക്കിയേക്കണെന്നറിയോ? കൊഴക്കട്ടെയാ. ഉണ്ണിയും വരൂ, കാപ്പി കുടിക്കാം. നിങ്ങൾ മാറ്റി പിടിക്കല്ലേ എന്റെ കുട്ടിയെ. അത് തിന്നു കുട്ടിയെ. ഇങ്ങനെ തിന്നുകയും കുടിക്കുകയും ചെയ്യാതെ വാശി പിടിക്കുന്ന കുട്ടിയാണെന്ന് അറിഞ്ഞാ പിന്നെ എങ്ങനെയാ അമ്മ വരിക? പിന്നെ അമ്മ വരൂ. അപ്പൊ അമ്മമ്മ നോണ പറഞ്ഞതല്ലേ ഇന്ദുവിനെ കളിപ്പിക്കാൻ? ആ കുട്ടി ഇത് വേഗം കഴിച്ചോളൂ. അമ്മമ്മേ. അമ്മ വന്നാല് സ്കൂളിൽ കൂട്ടിട്ട് പോണം, താലപ്പൊലിക്ക് പോണം, ഉണ്ണിയും കൂട്ടിട്ട് അമ്പലത്തിൽ പോണം. എന്നിട്ട് വേണം ആ രീതിയും സേതുവിനൊക്കെ കാണിച്ചു കൊടുക്കണം എന്റെ അമ്മയെ. അല്ലേ അമ്മമ്മേ?